ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിങ്ങൾ കലങ്ങുന്നതെന്ത്. കർത്താവ് സദാസമയവും തൻ്റെ പ്രിയ മക്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ കലങ്ങുന്നതെന്ത്. യേശു കർത്താവിന് പലപ്പോഴും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതും തനിക്ക് വേദന ഉളവാക്കുന്നതുമായ ഒരു ചോദ്യമാണ്, എൻ്റെ മക്കളെ നിങ്ങൾ കലങ്ങുന്നതെന്തിന്. ഇതിന് ആധാരമായിരിക്കുന്ന വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 38 വാക്യമാണ്. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് എന്ന്. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു ശേഷമുള്ള സംഭവ വികാസങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് നേരിട്ടിടപെടുന്ന ചുരുക്കം ചില അനുഭവങ്ങളിൽ ഒന്നാണിത്. അതിൻ്റെ 36 വാക്യം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് തന്നെയാണ് അവരുടെ സംസാര വിഷയം. മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിമോന് പ്രത്യക്ഷനായി എന്ന് അവൻ പറഞ്ഞ വിവരം പലരും ഇവരോട് പറഞ്ഞിട്ട് ആ വിവരങ്ങൾ ഒക്കെ അവർ കേൾക്കുകയും അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഉയർപ്പ് ഒട്ടും പഴക്കം വരാതെ പുതുമയോടെ നിൽക്കുന്ന, അതിനോട് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാർ ചഞ്ചലപ്പെട്ടുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംശയത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വന്നു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. താൻ യേശു കർത്താവാണെന്നും താൻ തങ്ങളുടെ പ്രിയനാഥനാണെന്നും താൻ മരണത്തെ ജയിച്ചു എന്നും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വല്ലാതെ പാടുപെടുന്ന കർത്താവ് അവിശ്വാസം നിമിത്തം, അവരുടെ സംശയ നിമിത്തം, അവരുടെ ഭയം നിമിത്തം, അവരുടെ ആ ചഞ്ചലിപ്പ് നിമിത്തം കർത്താവ് പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ താനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ വേദന നമുക്ക് ആ ഭാഗത്ത് കാണാം. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഇന്നയോളം നടന്നെങ്കിലും ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, തിരമാല കണക്ക് സംശയങ്ങൾ പൊങ്ങുമ്പോൾ നാം കർത്താവിനെ ഇതുപോലെ സംശയിച്ചു നോക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? എന്നെ ദൈവം കൈവിട്ട് കളഞ്ഞോ? എനിക്ക് മാത്രം എന്ത് ഇത്തരം പ്രയാസങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാത്തവരായിട്ട് ആരും തന്നെ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതെ ഇല്ല. എല്ലാവരും തന്നെ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കർത്താവ് 36 ഇങ്ങനെയാണ്, അവൻ വന്ന് നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. സമാധാനം എന്ന് പറയുമ്പോഴും ഞെട്ടി ഭയപ്പെടുന്നൊരു ജനം, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ സമാധാനം എന്ന് ദൈവം പറയുമ്പോൾ ഞെട്ടുന്ന ഒരു ജനം, നാമും അക്കൂട്ടത്തിൽ പലപ്പോഴും പെട്ടുപോകാറില്ലേ? അവർ ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വന്നു നിന്ന ക്രിസ്തുവിനെ 24ന്റെ 36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് വിശുദ്ധ ലൂക്കോസ് 34ന്റെ 36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലാണ് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭൂതത്തെ കാണുന്നത് പോലെ അവർക്ക് തോന്നി. തോന്നലുകളിൽ നിന്നാണ് അവരുടെ ആത്മീയ പതനം ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ചില തോന്നലുകൾ, ചില നിഗമനങ്ങൾ, ചില അനുമാനങ്ങൾ, അതിന് യാഥാർത്ഥ്യവുമായി പലപ്പോഴും യാതൊരു ബന്ധവുമില്ല. ഇവിടെ ക്രിസ്തു വന്നു നിന്നപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇത് ഭൂതമാണെന്ന്. തോന്നലുകൾ ക്രിസ്തീയ ജീവിതത്തെ ഭയങ്കരമായി മൂല്യച്യുതി ഉണ്ടാക്കും. അതിൻ്റെ ആ മാറ്റ് കുറയ്ക്കുമെന്ന് നാം മനസ്സിലാക്കുക. അവർക്ക് ഒരു ഭൂതത്തെ കാണുന്നത് എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്തിന്? തോന്നലുകൾ നമ്മെ കലക്കത്തിലേക്ക് നയിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കുക. തോന്നലുകൾ നമ്മെ കലക്കത്തിലേക്ക് നയിക്കും. ദൈവാധിഷ്ഠിതമില്ലാതെ മനോനിരൂപണങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നാം മനസ്സിലാക്കുന്ന, നാം ഉണ്ടാക്കിയെടുക്കുന്ന, നാം ചിട്ടപ്പെടുത്തുന്ന ചില തോന്നലുകൾക്ക് യാഥാർത്ഥ്യവുമായി പലപ്പോഴും ബന്ധം കാണില്ല. ആ തോന്നലുകൾ
നമ്മെ എന്ത് ചെയ്യുകയാണ്? വല്ലാതെ കലക്കിക്കളയുകയാണ്. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? തോന്നലുകൾ കലക്കത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇതുവരെ നാം കേട്ടതും ഇതുവരെ നാം വിശ്വസിച്ചതുമായ ചില വിവരങ്ങളെ കലക്കിക്കളയുന്ന തോന്നലുകൾ, ഇതുവരെ നാം കേട്ട ആത്മീയ സത്യങ്ങളെ, വചന സത്യങ്ങളെ കലക്കിക്കളയുന്ന ചില തോന്നലുകൾ, അതൊക്കെ കേട്ട് ഉറച്ചു നിന്നവരാണ് നാം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പ്രത്യേക തോന്നലുകൾ എൻ്റെ വചന അടിസ്ഥാനത്തെ കലക്കിക്കളയുകയാണ്, എൻ്റെ വിശ്വാസത്തെ കലക്കിക്കളയുകയാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുകയാണ്. സംശയം തിരമാലയ്ക്ക് തുല്യമാണ്. അത് പൊങ്ങി വന്നാൽ ദൈവമഹത്വം കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവമഹത്വത്തെ നമ്മുടെ മുമ്പിൽ മുക്കിക്കളയുന്നതാണ് നമ്മുടെ മാനുഷികമായ സംശയങ്ങൾ. ഈ കൂടിയിരിക്കുന്ന വ്യക്തികൾ യേശു കർത്താവിന്റെ ഉയർപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളാണെന്ന് നാം ഓർക്കുക. ആ ദിവസങ്ങളിൽ താൻ ഉദ്ധിതനായി എന്ന സത്യവുമായി അവരുടെ നടുക്കോട്ട് വരുമ്പോൾ കലങ്ങിയിരിക്കുന്ന ശിഷ്യഗണത്തെ കണ്ടിട്ട് കർത്താവ് വല്ലാതെ ഭാരപ്പെടുന്നു. ഒരുപക്ഷെ കർത്താവിന്റെ ഹൃദയത്തിൽ അപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഒരു ചിന്ത ഇതായിരിക്കും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കലങ്ങാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കാൽവറിയുടെ കുരിശിൽ കലങ്ങിയത്? നിങ്ങൾ കലക്കപ്പെടാതിരിക്കാനാണ് ഞാൻ കലങ്ങി മറിഞ്ഞത്. ഞാൻ തല മുതൽ ഉള്ളം കാലുവരെ ശാരീരികവും മാനസികമായ കലക്കം അനുഭവിച്ച് തകർക്കപ്പെട്ടത് നിങ്ങൾ ധൈര്യമുള്ളവരായി നിൽക്കുവാനല്ലേ? എന്നിട്ടും എന്തേ നിങ്ങൾ കലങ്ങി പോകുന്നത് എന്ന് മാത്രമേ കർത്താവിന് ഇവിടെ ചോദിക്കുവാൻ കഴിയുകയുള്ളൂ. സംശയിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം, ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം, തോന്നലുകൾക്ക് അധിഷ്ഠിതമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം. എൻ്റെ പ്രിയ ജനമേ, നാം ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പോൾ തോന്നലുകളല്ല നമ്മെ നടത്തേണ്ടത്, മറിച്ച് വചനങ്ങളാണ് നമ്മളെ നടത്തേണ്ടത്. വാഗ്ദത്ത വചനങ്ങൾ 1000 വേദപുസ്തകത്തിന് എല്ലാ സാഹചര്യത്തിനും വേണ്ടത് തരുവാനുള്ളപ്പോൾ ആ വചനത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകേണ്ടതിന് പകരം തോന്നലുകൾക്ക് നാം ബലം കൊടുക്കുകയാണെങ്കിൽ, ചില അനുമാനങ്ങൾക്ക് നാം ബലം കൊടുക്കുകയാണെങ്കിൽ വല്ലാത്ത ഭയം നമ്മളെ ഗ്രസിച്ചു കളയും. ആ ഭയത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു നൽകുന്ന സമാധാനത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയാതെ വരും. ക്രിസ്തു അവരുടെ തൊട്ടടുത്ത് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അത് കേട്ട അവരോടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങൾ കലങ്ങുന്നത് എന്താണ്? അതിന്റെ ഉത്തരവും യേശുവിന്റെ കയ്യിൽ നിന്ന് തന്നെ അവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്നെ ഒരു ഭൂതമായിട്ട് തോന്നുന്നു അല്ലേ എന്ന് കർത്താവ് അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അത് തിരമാല കണക്കെ അവരുടെ ഉള്ളിൽ സംശയത്തെ പൊക്കിവിടുകയാണ്. സംശയിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാനായിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഉയർത്ത ക്രിസ്തുവിനെ നമുക്ക് കാണാം. താഴോട്ടുള്ള വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൈയും കാലും നോക്കുവിൻ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരുന്നു എന്നെ, പക്ഷെ നിങ്ങൾക്കതിന് കഴിയാതെ പോയി. നിങ്ങൾ ക്രൂശീകരണം കണ്ടതാണ്, നിങ്ങൾ ഉയർപ്പിന്റെ വാർത്ത കേട്ടതാണ്, ശിമോൻ ഉയർപ്പിന്റെ സത്യം കണ്ടതാണ്. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ സംശയിച്ചു നോക്കാൻ മാത്രമേ കഴിയുന്നുള്ളെങ്കിൽ അവരുടെ മുമ്പിൽ താനാണെന്ന് തെളിയിക്കുവാൻ യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ കൈയും കാലും നോക്കുവിൻ. ആരുടെയൊക്കെയോ കൈയും കാലും കാണുമ്പോൾ അതാരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ശിഷ്യർ തൻ്റെ അരുമനാഥന്റെ കൈയും കാലും തൊട്ടടുത്ത് കണ്ടിട്ട് അത് തിരിച്ചറിയാൻ പറ്റാതെ ചഞ്ചലപ്പെടുകയാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെ, അവന്റെ നീണ്ടുവരുന്ന കൈ കാണുവാൻ പറ്റാതെ, അവന്റെ ഉറച്ച പാദങ്ങൾ കാണുവാൻ പറ്റാതെ, അവന്റെ ആണിയടിക്കപ്പെട്ട കരം കാണാൻ പറ്റാതെ നാം ഭൂതത്തെ കണ്ടുകൊണ്ട് കഴിയുന്ന അനുഭവമാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് തോന്നലുകളെ നമുക്ക് ഉപേക്ഷിക്കാം, സംശയങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം, ഭയങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. ഉയർത്തെഴുന്നേറ്റവൻ നമുക്ക് മുമ്പായി പോയിരിക്കുന്നു. അവന്റെ വാഗ്ദത്ത വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ നിത്യതയോളം നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങളാൽ ഏവർക്കും ദൈവം ധൈര്യം പകരട്ടെ.